നമസ്കാരം. വരുന്ന KS മെയിൻ എക്സാമിന് ആൻസർ റൈറ്റിങ്ങിന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് വസ്തുതകൾ ഷെയർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്കറിയാം KS മെയിൻ എക്സാമിന് 3 പേപ്പേഴ്സാണ് PSC നിശ്ചയിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈച്ച് പേപ്പർ ഈസ് ഹാവിങ് 100 മാർക്സ് ഫോർ 2 hours ഡ്യൂറേഷൻ. 100 മാർക്ക് വീതമുള്ള 3 പേപ്പേഴ്സാണ്. അതിൽ 2 മണിക്കൂറാണ് ഒരു പേപ്പർ എഴുതുന്നതിനുള്ള ദൈർഘ്യം എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ പേപ്പറിൽ പറയുന്നത് എന്താണ്? ഒന്നാമത്തെ പേപ്പറിൽ ഹിസ്റ്ററിയാണ്. ABC എന്നിങ്ങനെ 3 പാർട്ടുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, അതിൽ ആൻഷ്യൻ്റ്, മിഡീവൽ, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി, അതുപോലെ വേൾഡ് ഹിസ്റ്ററി, കൂടാതെ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള 18th സെഞ്ച്വറി മുതലുള്ള. അപ്പോൾ പേപ്പർ 1-ൽ 3 പാർട്ടാണുള്ളത് അല്ലേ, ABC എന്ന് പറയുന്ന 3 പാർട്ട്. അതുപോലെ തന്നെ പേപ്പർ 2-ലാണെങ്കിലോ പേപ്പർ 2-ലാണെങ്കിൽ അവിടെയും ഇതുപോലെ തന്നെ 3 പാർട്ടുണ്ട്. ABC എന്ന് 3 പാർട്ടുണ്ട്. അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സിസ്റ്റം, സോഷ്യൽ ജസ്റ്റിസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഗവേണൻസ്, ഇൻ്റർനാഷണൽ റിലേഷൻസ്, കൂടാതെ പാർട്ട് ബിയിൽ വരുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി, സയൻസ് ആൻഡ് ടെക് പാർട്ട് ബിയിൽ വരുന്നുണ്ട്. പാർട്ട് സിയിൽ വരുന്നത് കറണ്ട് ഇഷ്യൂസ് ഇൻ ഗീവൺ ടോപ്പിക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന മെയിൻ ടോപ്പിക്കിൽ നിന്ന് പ്രധാനപ്പെട്ട കറണ്ട് ഇഷ്യൂസും കൂടെ എന്ത് ചെയ്യും, ഇതിൽ വരുന്നുണ്ട്, ഈ പേപ്പർ 2-ൽ വരുന്നുണ്ട്. ഓക്കെ, ഇനി പേപ്പർ 3 ആണെങ്കിലോ, പേപ്പർ 3-ൽ വരുന്നത് എക്കോണമി ആൻഡ് പ്ലാനിങ്, അതുപോലെ തന്നെ ജിയോഗ്രഫി. അവിടെയും പാർട്ട് സിയിൽ വരുന്ന കറണ്ട് ഇഷ്യൂസ് ഇൻ എക്കോണമി ആൻഡ് പ്ലാനിങ് ആൻഡ് ജിയോഗ്രഫി. ഇങ്ങനെ 3 പേപ്പേഴ്സ് ആയിട്ടാണ് KSൻ്റെ മെയിൻ എക്സാം തിരിച്ചിരിക്കുന്നത്. 2 മണിക്കൂറാണ് ഒരു പേപ്പറിൻ്റെ ഡ്യൂറേഷൻ, 100 മാർക്സ് ഫോർ ഈച്ച് പേപ്പർ. അപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് സിലബസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സിലബസ് ഭംഗിയായിട്ട് നമ്മൾ നോക്കി മനസ്സിലാക്കുക. നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ പുറത്ത് എപ്പോഴും ഈ സിലബസ് ഉണ്ടായിരിക്കണം. എപ്പോഴും ഈ സിലബസ് നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ പുറത്ത് ഉണ്ടായിരിക്കണം. നമ്മൾ ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോഴും അടുത്തതിലേക്ക് പോകുമ്പോൾ നമ്മൾ സിലബസ് വ്യക്തമായിട്ട് നോക്കി വേണം എന്ത് ചെയ്യാൻ മെയിൻ എക്സാമിന് പോകാൻ. ഇപ്പോൾ മെയിൻ എക്സാമിനും പ്രിലിമിനറി എക്സാമിനും തമ്മിലുള്ള ഓറിയൻറ്റേഷൻ ടോട്ടലി ഡിഫറൻ്റ് ആണ്. പ്രിലിമിനറി എക്സാമിനാണെങ്കിൽ നമ്മൾ ആസ് മച്ച് ആസ് നമുക്ക് എത്രത്തോളം വായിക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ വായിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പോയിന്റ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് എപ്പോഴും ഒബ്ജക്റ്റീവ് മെത്തേഡ് ആയിരിക്കും. അതിൽ നമുക്ക് അനലിറ്റിക്കൽ ടൈപ്പ് കുറവായിരിക്കും, ഇല്ലയെന്നല്ല, കുറവായിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റീവിനായിരിക്കും നമ്മൾ കൂടുതൽ, ഫാക്ട്സിനായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ എന്നാൽ നമ്മുടെ മെയിൻ എക്സാം വരുന്ന സമയത്ത്, ഡിസ്ക്രിപ്റ്റീവ് എക്സാം വരുന്ന സമയത്ത് നമുക്ക് ഫാക്ട്സിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ അതിൻ്റെ എന്താ പറയുക, കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പരന്ന് വായിക്കാതെ സെലക്റ്റീവായിട്ട് സ്റ്റഡി ചെയ്ത് അതിൽ നിന്ന് നമുക്ക് കുറച്ച് പോയിന്റ്സ് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി പറ്റണം. നമ്മുടെ പ്രിലിമിനറി എക്സാമിനാണെങ്കിൽ കാണാതെ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മൾ വായിച്ചു പോയാൽ മതി, ഡിലീറ്റ് ചെയ്ത് ആൻസറിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. ഇവിടെ അങ്ങനെയല്ല, നമ്മുടെ മെമ്മറി ചെയ്യുന്നിടത്ത് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കണം. അപ്പോൾ സെലക്റ്റീവ് സ്റ്റഡി ഏറ്റവും ഗുണകരമായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും മെയിൻ എക്സാമിന്. പ്രിലിമിനറിയെക്കാളും മെയിൻ എക്സാമിന് നമ്മളപ്പോൾ സെലക്റ്റീവ് സിലബസ് നോക്കി അതിനനുസരിച്ച് ഫോക്കസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് കൂടുതൽ ഫോക്കസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട ആവശ്യം മെയിൻ എക്സാമിന് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു മെയിൻ എക്സാമിനെ സംബന്ധിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് നമുക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ഒരു മെയിൻ എക്സാം, നമ്മൾ ആൻസർ റൈറ്റിങ്ങിന് വേണ്ടി തിരിയുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് 2 എലമെൻറ്റ്സ് വി നീഡ് 2 elements ഫോർ ആൻസർ റൈറ്റിംഗ്. എന്തൊക്കെയാണ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്? ദ ഫസ്റ്റ് വൺ ഈസ് കണ്ടന്റ്. അപ്പോൾ ഒരു മെയിൻ എക്സാമിന് നമ്മൾ ആൻസർ എഴുതണമെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് എസ്സേ ടൈപ്പ് ആൻസർ ഒക്കെ എഴുതണമെങ്കിൽ, എസ്സേ ടൈപ്പ് ആയാലും ശരി, 2 marks ആയാലും ശരി, 5 marksനായാലും ശരി, നമുക്കിവിടെ ഇതിൽ നമ്മുടെ KS മെയിൻ എക്സാമിന് ഇപ്പോൾ ആദ്യത്തെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആദ്യത്തെ എക്സാമാണ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നമുക്ക് 2 marks എക്സ്പെക്ട് ചെയ്യാം, 5 marks എക്സ്പെക്ട് ചെയ്യാം, അതുപോലെ 10 mark ചോദിക്കാം. അപ്പോൾ UPSC മോഡലാണെങ്കിൽ നമുക്കറിയാമല്ലോ 20 questions ആണ് UPSCക്ക് ചോദിക്കുന്നത്. 10 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യനും 15 മാർക്കിൻ്റെ 10 ക്വസ്റ്റ്യനും. അവിടെ 250 മാർക്കിനാണ് എക്സാം നടക്കുന്നത്. ഒരു പേപ്പർ 250 മാർക്കിനാണ് നടക്കുന്നത്. 3 hours കൊണ്ട് നമുക്ക് 250 മാർക്കിൻ്റെ ഒരു പേപ്പർ എഴുതാൻ വേണ്ടി സാധിക്കണം. 20 questions ആണുള്ളത്. അപ്പോൾ 10 മാർക്കിൻ്റെയും 15 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ് UPSCക്ക് ചോദിക്കുന്നത്. നമുക്കിവിടെ അതിൽ നിന്ന് എന്തായി, ഇത് എക്സാമിനറുടെ അല്ലെങ്കിൽ PSCയുടെ ഡിസ്ക്രിപ്ഷനാണ്, എത്ര മാർക്കിന് വേണമെങ്കിലും ചോദിക്കാം. പക്ഷേ മാക്സിമം 100 marksനായിരിക്കും. അപ്പോൾ അത് നമുക്ക് പിന്നീട് നോക്കാം.
അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളൊരു ആൻസർ എഴുതാൻ പോകുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ 2 എലമെൻറ്റ്സ് വേണം. അതിൽ ഒന്ന് കണ്ടന്റ് അല്ലേ, 2 പ്രസൻറ്റേഷൻ സ്കിൽ. അപ്പോൾ കണ്ടന്റും വേണം, അതുപോലെ തന്നെ പ്രസൻറ്റേഷനും അത്യാവശ്യം. ഇത് 2 എലമെൻറ്റ്സും നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? കണ്ടന്റ് എന്ന് പറയുന്നത് ഫാക്ച്വൽ കണ്ടന്റും ഉണ്ട്, അതുപോലെ തന്നെ അനലിറ്റിക്കൽ കണ്ടന്റും ഉണ്ട്. അപ്പോൾ കണ്ടന്റ് എന്താണ്? ഫാക്ച്വൽ കണ്ടന്റ്. ദെർ ആർ ഫാക്ച്വൽ കണ്ടന്റ് വേണം, അതുപോലെ തന്നെ അനലിറ്റിക്കൽ കണ്ടന്റും വേണം. അപ്പോൾ നമ്മൾ ഇതിന് രണ്ടിനും ഇമ്പോർട്ടൻസ്. ഫാക്ച്വൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആൻസർ അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഫാക്ച്വൽ കണ്ടന്റ് ഇതിന് എന്താണ് ആവശ്യമാണ്. അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് അനലിറ്റിക്കൽ കണ്ടന്റും നമുക്ക് പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ കണ്ടന്റ് വേണം, പ്രസന്റേഷൻ സ്കില്ല് വേണം. കണ്ടന്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഓൾ ദ കാൻഡിഡേറ്റ്സ് അപ്പിയറിംഗ് ഫോർ ദിസ് എക്സാം മേ ഹാവ് കണ്ടന്റ് ഓൾമോസ്റ്റ് ഈക്വലി. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ഇത്, കാരണം ഇത് പ്രിലിംസ് പാസ്സായിട്ട് വരുന്ന ആൾക്കാരൊക്കെ വെറുതെ കയറി വരുന്നവരല്ലല്ലോ. പഠിച്ച് ഒരുവിധം ക്വാളിറ്റി ഉള്ള ആൾക്കാരാണല്ലോ. നിങ്ങൾ എല്ലാവരും ഒരുവിധം ക്വാളിറ്റി ഉള്ള ആൾക്കാരാണ് പ്രിലിംസ് പാസ്സായി നമ്മൾ മെയിൻസിലേക്ക് പോകുന്നത്. അപ്പോൾ ഏകദേശം പേരുടെ കയ്യിലും കണ്ടന്റ് ഉണ്ടായിരിക്കും, എഴുതാനുള്ള കണ്ടന്റ് ഉണ്ടായിരിക്കും. അവിടെ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്നത് വി ഹാവ് ടു ഡെവലപ്പ് അവർ പ്രസന്റേഷൻ സ്കിൽ. നമ്മൾ പ്രസന്റേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള കണ്ടന്റിനെ നമ്മൾ അവിടെ വേ ഓഫ് പ്രസന്റേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. എങ്ങനെ നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ മാർക്കിന്റെ സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കണ്ടന്റും വേണം, അതുപോലെ തന്നെ പ്രസന്റേഷൻ സ്കില്ലും വേണം. ഇത് രണ്ടിനും തുല്യ പ്രാധാന്യം കൊടുത്തു വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പ്രസന്റേഷൻ സ്കില്ല് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും? പ്രസന്റേഷൻ സ്കിൽ ക്യാൻ ബി ഇംപ്രൂവ്ഡ് only through practice. അപ്പോൾ നമ്മൾ കണ്ടന്റ് എങ്ങനെയാണോ അക്യൂർ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ആ അക്യൂർ ചെയ്യുന്ന കണ്ടന്റ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യും. ദർ ഈസ് നോ അതർ ഷോർട്ട് കട്ട് ടു ഇംപ്രൂവ് അവർ പ്രസന്റേഷൻ സ്കിൽ. അപ്പോൾ ആ ഒരു പ്രാധാന്യം, വെറുതെ വായിച്ച് പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല. വായിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും നമുക്ക് മാർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഈക്വൽ ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഗിവൻ ടു അക്യൂറിങ് കണ്ടന്റ് ആൻഡ് ഇംപ്രൂവിങ് യുവർ പ്രസന്റേഷൻ സ്കിൽ. ഓക്കെ, ഇനി നമുക്ക് ഒരു ആൻസർ എഴുതുന്ന സമയത്ത് ഒരു എസ്സേ ടൈപ്പ് ആൻസറിൽ എന്തൊക്കെ ഘടകങ്ങളാണ് വേണ്ടത്? ദർ ആർ 3 പാർട്സ് ഇൻ ആൻ ഐഡിയൽ ആൻസർ. അപ്പോൾ ഒരു ആൻസറിൽ 3 ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ്? 1 ഇൻട്രൊഡക്ഷൻ, 2 മെയിൻ ബോഡി, 3 കൺക്ലൂഷൻ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം, മെയിൻ ബോഡി ഉണ്ടായിരിക്കണം, കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. ഇത് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം ഒരു ആൻസറിൽ. ഒരു എസ്സേ ടൈപ്പ് ആൻസർ ആണെങ്കിൽ മസ്റ്റായിട്ട് ഈ 3 സംഭവങ്ങൾ ഉണ്ടായിരിക്കണം: ഇൻട്രൊഡക്ഷൻ, മെയിൻ ബോഡി, കൺക്ലൂഷൻ. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ അത് ഒരു ആൻസർ എഴുതാൻ പോകുന്ന സമയത്ത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ എക്സാമിനർക്ക് മനസ്സിലാവണം. ദ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. യുവർ ഫസ്റ്റ് ചാൻസ് ടു ഇംപ്രസ് ദ എക്സാമിനർ. നമുക്ക് കിട്ടുന്ന ആദ്യത്തെ അവസരമാണ് എക്സാമിനറെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള. അപ്പോൾ എന്താണ്? ദ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നമുക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സാമിനറുടെ മനസ്സിൽ നമ്മളൊരു ഫസ്റ്റ് ഇംപ്രഷൻ, നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബ്രേക്ക് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ എത്രത്തോളം നമുക്ക് ഇൻട്രൊഡക്ഷൻ നന്നാക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഇൻട്രൊഡക്ഷനെ നന്നായിട്ട് തന്നെ ഇംപ്രസീവ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കണം നമ്മൾ ചെയ്യണം. നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് അനുസരിച്ചാണ്, നമ്മൾ കൊടുക്കുന്ന സിംറ്റംസ് ഒക്കെ അനുസരിച്ചാണ് അദ്ദേഹം അത് നമ്മുടെ ഇൽനെസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ അതുമാതിരി ഒരു എക്സാമിനർ ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ തന്നെ നമ്മളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാകും. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു ജിസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, കൊടുക്കുക ആ ഒരു ആൻസറിൻ്റെ. അപ്പോൾ അതുപോലെ തന്നെ യു ക്യാൻ യൂസ് 10% ഓഫ് ദ ടോട്ടൽ വേർഡ് ലിമിറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു റൈറ്റ് ദ ഇൻട്രൊഡക്ഷൻ. നമുക്ക് ഇൻട്രൊഡക്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് ടോട്ടൽ വേർഡ് ലിമിറ്റ് എത്രയാണോ അതിൻ്റെ 10% വരെ നമുക്ക് എന്ത് ചെയ്യുക, അതിൽ കൂടുതൽ പോകരുത് ഇൻട്രൊഡക്ഷൻ എഴുതുമ്പോൾ. അപ്പോൾ അതിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഭംഗിയായിട്ട് ഒരു ഇംപ്രഷൻ നമ്മളത് ഉണ്ടാക്കിയെടുക്കുക. അത് വളരെ ഗുണം ചെയ്യും. നമ്മുടെ എക്സാമിനർ അവസാനം വരെ നമ്മളെക്കുറിച്ചുള്ള ഒരു ധാരണ ക്രിയേറ്റ് ചെയ്യും. ഇൻട്രൊഡക്ഷൻ മോശമാണെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ മെയിൻ ബോർഡിൽ നല്ല രീതിയിൽ എഴുതിയാലും ആ ഇൻട്രൊഡക്ഷൻ്റെ ആ ഒരു ഹാങ് ഓവർ ഉള്ളിലുണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് കോട്ട്സും ഡെഫിനിഷനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. നല്ല കുറച്ച് കോട്ട്സൊക്കെ പഠിച്ചു വെച്ചിരുന്ന മഹാത്മാഗാന്ധിയുടെയും സ്വാമി വിവേകാനന്ദൻ്റെയും അതുപോലുള്ള ആൾക്കാരുടെയൊക്കെ നല്ല കോഴ്സൊക്കെ പഠിച്ചു വെച്ചിരുന്നാൽ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ,
പിന്നെ വേറൊരു കാര്യം, അത് ആവശ്യമായിട്ടുള്ളത് മാത്രമേ എടുത്ത് ഏതെങ്കിലും അറിയാവുന്ന കോഡ്സ് എല്ലാം കൂടെ ഓരോന്നിലും പെറുക്കി വെക്കരുത്. പകരം എന്തായിരിക്കണം, ക്വസ്റ്റ്യൻ്റെ ഇത് മനസ്സിലാക്കിയതിന് ശേഷം അത് നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് മെയിൻ ബോഡി. മെയിൻ ബോഡി എന്ന് പറയുന്നത് നമുക്ക് അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുക്കും ചിട്ടയോടുകൂടി. ഒരു സിനിമ കാണുന്ന അതേ രീതിയിൽ ഒരു സീൻ ബൈ സീനായിട്ട് എന്ത് ചെയ്യുക. സീന് മാറിപ്പോയാൽ എന്തായിരിക്കും അവസ്ഥ? അതുണ്ടാകരുത്. ആദ്യത്തെ സീൻ അവസാനത്തെ സീൻ ആദ്യം അങ്ങനെ മാറി വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് സീൻ ബൈ സീനായിട്ട് നമുക്ക് ഒരു സിനിമ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റണം, ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണം. അപ്പോൾ അതിന് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ് ABC പ്രിൻസിപ്പിൾ. ഒരു ABC പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മളെ മനസ്സിലുണ്ടായിരുന്നു. ABC എന്ന് പറഞ്ഞാൽ എന്താണ്? അക്യുറസി, ബ്രീവിറ്റി ആൻഡ് ക്ലാരിറ്റി. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കണം? അക്യുറേറ്റ് ആയിരിക്കണം, ബ്രീവിറ്റി ആയിരിക്കണം, അതുപോലെ എന്തായിരിക്കണം? ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഈ 3 സംഭവങ്ങളും നമ്മുടെ ആൻസറിൽ മെയിൻ ബോഡിയിൽ ഉറപ്പായിട്ടുണ്ടായിരിക്കണം. വളച്ചു കെട്ടിയൊന്നും എഴുതരുത്. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കോമ്പാക്റ്റ് ആയിട്ടായിരിക്കണം എഴുതേണ്ടത്. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് എന്താ എഴുതിയ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എക്സാമിനറെ നമുക്ക് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ കൺക്ലൂഷൻ. നെക്സ്റ്റ് കൺക്ലൂഷൻ വരികയാണെങ്കിൽ, കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സമ്മറിയാണ് കൺക്ലൂഷൻ, ആസ് വെൽ ആസ് യുവർ ലാസ്റ്റ് ചാൻസ് ടു ഇംപ്രസ് ദ എക്സാമിനർ. അപ്പോൾ എക്സാമിനറെ ഇംപ്രസ് ചെയ്യിക്കാനുള്ള നിങ്ങളുടെ അവസരമാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. മാർക്ക് ഇടുന്നതിന് തൊട്ട് മുമ്പുള്ള അവസരമാണ്, അത് ഓർമ്മ വേണം. അപ്പോൾ കൺക്ലൂഷൻ മസ്റ്റ് ബി ലോജിക്കൽ ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഇംപ്രസീവ് ഇൻട്രൊഡക്ഷനും ലോജിക്കൽ കൺക്ലൂഷനും ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അതിൽ നമുക്ക് ഒരു 10 to 15% ഓഫ് ദ ടോട്ടൽ വേർഡ് ലിമിറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കൺക്ലൂഷൻ. ഒരു 10 മുതൽ 15% വരെ നമുക്ക് വേർഡ് ലിമിറ്റ് എന്ത് ചെയ്യാൻ പറ്റും, കൺക്ലൂഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലോജിക്കൽ ആയിരിക്കണം നമ്മുടെ കൺക്ലൂഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇൻട്രൊഡക്ഷൻ, മെയിൻ ബോഡി, കൺക്ലൂഷൻ. ഓക്കെ, ഇനി നമുക്ക് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പായിട്ട് നമുക്കുണ്ടാകാവുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, നമ്മൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ, എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയായിരിക്കും? 1, ടൈം ലിമിറ്റ്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ടൈം ലിമിറ്റ്. നമുക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ എഴുതി തീർക്കുക. 2 മണിക്കൂറാണുള്ളത്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് എഴുതി തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതിന് പ്രാക്ടീസ് കൊണ്ട് മാത്രമേ, ടൈം മാനേജ്മെൻറ്റ് കൊണ്ട് മാത്രമേ സാധിക്കത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെന്ന് നമ്മൾ നോക്കണം. എക്സാമിൽ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഒന്ന് നോക്കണം, എത്ര ക്വസ്റ്റ്യൻസ് ആണുള്ളത്, ഓരോന്നിനും എത്ര മാർക്കാണ് എന്ന് നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ അവിടെ ഇരുന്ന് ഫിക്സ് ചെയ്യണം. ഇത്ര ക്വസ്റ്റ്യന്, ഒരു ക്വസ്റ്റ്യൻ എഴുതാൻ ഇത്ര മിനിറ്റ് ആണ്, ഇത്ര ക്വസ്റ്റ്യൻ ഇത്ര മിനിറ്റ് കൊണ്ട് തീർക്കണം എന്ന് നമ്മൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടേ നമ്മൾ തുടങ്ങാം. അപ്പോൾ അതുകൊണ്ട് ടൈം ലിമിറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും ബെല്ലടിക്കുമ്പോൾ എത്ര സമയത്തിനുള്ളിൽ, അരമണിക്കൂറിനുള്ളിൽ ബെല്ലടിക്കാൻ, അത് മനസ്സിലാക്കി വെച്ചിട്ട് അരമണിക്കൂർ കൊണ്ട് ഇത്രയും നമുക്ക് എഴുതി തീർക്കാൻ വേണ്ടിയിട്ട് സാധിക്കണം. അപ്പോൾ ആ രീതിയിൽ ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ടൈം നോക്കി തന്നെ സീരിയസ് ആയിട്ട് എക്സാം എഴുതി ശീലിച്ചാൽ മാത്രമേ നടക്കൂ. അതുപോലെ തന്നെ നെക്സ്റ്റ് വേർഡ് ലിമിറ്റ്. പറഞ്ഞിരിക്കുന്ന വേർഡ് ലിമിറ്റിനുള്ളിൽ നമ്മൾ നിർത്തണം. കൂടുതൽ നമ്മൾ എഴുതി കഴിഞ്ഞാൽ, കൂടുതൽ നമ്മൾ വേർഡിൽ പറയുന്ന വേർഡ്സിൽ നിന്ന് കൂടുതൽ എഴുതി കഴിഞ്ഞാൽ, വേർഡ് ലിമിറ്റിനെ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി കൺസിഡേർഡ് ആസ് ഇൻഡിസിപ്ലിൻ. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, അതിൻ്റെ പറയുന്ന വേർഡ് ലിമിറ്റിൻ്റെ മുന്നോട്ട് പോകരുത്. ഇപ്പോൾ 150 വേഴ്സിലാണ് എഴുതണമെന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ 200 വേഴ്സിലാണ് എഴുതണമെന്ന് പറയുന്നതെങ്കിൽ, ഇറ്റ് ഡസൻറ്റ് മീൻ ഓൾവേസ് യു ഹാവ് ടു റൈറ്റ് 200 വേഴ്സ്. 200 വേഴ്സിന് എപ്പോഴും എഴുതണമെന്നല്ല അതിൻ്റെ അർത്ഥം. ഇഫ് ദ എക്സാമിനർ ഈസ് ആസ്കിങ് ഫോർ 200 വേർഡ് ലിമിറ്റ്, യു ഹാവ് ടു ഫിക്സ് 180. 180 വേഴ്സിൽ അപ്പുറം ഞാൻ എഴുതില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ലിമിറ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഒരു 180യോ 170യോ 190യോ ഒക്കെ നിൽക്കും. അതിനൊന്നും പ്രശ്നമില്ല. 170 എഴുതിയാലും പ്രശ്നമില്ല. പക്ഷെ 200 വേഴ്സിൽ, വാക്കുകളിൽ കൂടുതൽ പോകരുത്, അധികരിച്ച് പോകരുത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ഇൻഡിസിപ്ലിനായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ വേർഡ് ലിമിറ്റും നമ്മൾ ടൈം ലിമിറ്റ് പോലെ തന്നെ വേർഡ് ലിമിറ്റും നമ്മളെ ബാധിക്കുന്ന, നമ്മളെ നേരിടാൻ പോകുന്ന ഒരു വെല്ലുവിളിയാണ്. കൂടാതെ 3ാമത്തെ സംഭവം എന്ന് പറയുന്നത് സ്പേസ് ലിമിറ്റ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും തന്നിട്ട് അതിൻ്റെ താഴെ കുറച്ച് സ്പേസ് ഉണ്ടാവും. അതിൻ്റെ തൊട്ട് താഴെ വീണ്ടും വേറൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ
ഈ തന്നിരിക്കുന്ന സ്ഥലത്ത് മുഴുവനും എഴുതി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കൺക്ലൂഷനും എഴുതി അവസാനിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അപ്പോൾ അത് പ്രാക്ടീസ് കൊണ്ട് മാത്രമേ സാധിക്കൂ. അപ്പോൾ ഈ 3 ചലഞ്ചസ് നമ്മൾ മനസ്സിൽ വെച്ചേക്കുക. എക്സാം ഹാളിൽ കയറുമ്പോൾ ഇങ്ങനെ നമുക്ക് അനുഭവപ്പെടാം. അപ്പോൾ അതിന് നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. അത് നമുക്ക് ഇപ്പോഴും എന്ത് ചെയ്യാം, എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ അങ്ങനെയുള്ള നെറ്റിൽ കിട്ടും. നമുക്കല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ, യൂട്യൂബ് ചാനലിലോ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉണ്ട്, അതിലോ അതിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് മോഡൽ ആൻസർ എഴുതുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു സ്പെസിമെൻ കോപ്പി നിങ്ങൾക്ക് തരും. അത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അതിൽ എഴുതി പരിശീലിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വേർഡ് ലിമിറ്റ് നമുക്ക് ചലഞ്ചാണ്, അതുപോലെ തന്നെ സ്പേസ് ലിമിറ്റ്, അതുപോലെ തന്നെ ടൈം ലിമിറ്റ്. ഇത് 3ഉം നമുക്ക് വരുന്ന ചലഞ്ചസ് ആണ്, അത് ഓർത്ത് വയ്ക്കാം. ഇനി അതുപോലെ തന്നെ എക്സാം എഴുതി തുടങ്ങുന്നതിന് മുൻപ് ക്വസ്റ്റ്യൻ കിട്ടി, നമ്മൾ ക്വസ്റ്റ്യൻ എല്ലാം വായിച്ചു, ക്വസ്റ്റ്യൻ അവിടെ ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വായിച്ച്, ക്വസ്റ്റ്യനിലും അതുപോലെ തന്നെ നമുക്ക് തരുന്ന ആൻസർ ഷീറ്റിലൊന്നും വേറെ മിസ്റ്റേക്ക് ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആൻസർ എഴുതാൻ തുടങ്ങുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ റീഡ്. ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, ആവർത്തിച്ച് വായിക്കുക. റീഡ് ആൻഡ് റീഡ് ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനെ പല ആവർത്തി വായിച്ച് മനസ്സിലാക്കുക. ഒരു പ്രാവശ്യം വായിച്ചിട്ട് എന്തെങ്കിലും വായിച്ചിട്ട് ഉടനെ തന്നെ ചാടി എഴുതാൻ വേണ്ടിയിട്ട് പോകരുത്. പകരം എന്ത് ചെയ്യണം, നമ്മൾ ആവർത്തിച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരു 3-4 പ്രാവശ്യം ക്വസ്റ്റ്യൻ വായിക്കുക. റീഡ് ആൻഡ് റീഡ് ദ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ പോയിന്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട ഈ ക്വസ്റ്റ്യൻ വായിക്കുന്നതോടെ വൈൽ യു റീഡ് ദ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ അണ്ടർലൈൻ ദ കീ വേർഡ്സ് ഇൻ ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യനിൽ പറയുന്ന കീ വേർഡ്സിനെ നമ്മൾ എന്ത് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക. എക്കണോമിക് ഇമ്പാക്റ്റ് ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ കീവേഡ് ഏതാണ്? കണ്ടോ, എക്കണോമിക് ഇമ്പാക്റ്റ് ആണ് അതിലെ കീവേഡ് എന്ന് പറയുന്നത്. റിവോൾട്ട് ഓഫ് 1857 എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചാടിക്കയറി എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അതുകൊണ്ട് വൈൽ റീഡിങ് ക്വസ്റ്റ്യൻ യു ഹാവ് ടു അണ്ടർലൈൻ ദ കീവേഡ്സ് വിത്തിൻ ദ ക്വസ്റ്റ്യൻ. കീവേഡ്സ് നമ്മൾ അത് അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, സർക്കിൾ ദ ഡയറക്റ്റീവ്സ് ഇൻ ദ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ ചില ഡയറക്റ്റീവ്സ് ഉണ്ടായിരിക്കും. ആ ഡയറക്റ്റീവ്സ് വളരെ നിർണായകമായിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ പലയാവർത്തി വായിക്കുക, വായിക്കുന്നതോടൊപ്പം തന്നെ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യുക, കൂടാതെ ഡയറക്റ്റീവ്സ് എന്ത് ചെയ്യുക, സർക്കിൾ ചെയ്യുക, റൗണ്ട് ചെയ്യുക. ഇപ്പോൾ ഡയറക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഡിസ്കസ്, അനലൈസ്, ക്രിട്ടിക്കലി അനലൈസ്, ഇവാലുവേറ്റ്, എന്യൂമറേറ്റ്, എക്സ്പ്ലെയിൻ തുടങ്ങിയ കുറച്ച് വാക്കുകളുണ്ട്. അതിനെയാണ് ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം വാക്കുകൾ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ അതിനൊക്കെ ഓരോന്നിനും പല പല അർത്ഥമാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ ഈ പറഞ്ഞ ഡിസ്കസ്, അതുപോലെ എക്സ്പ്ലെയിൻ, അനലൈസ്, ക്രിട്ടിക്കലി അനലൈസ്, ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകളുണ്ട്. ആ വാക്കുകൾ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഒരു PDF ഫയലായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യാം. നിങ്ങൾ അതിനെ ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കുക. ഓക്കെ, ആ ഒരു വ്യത്യാസം. അപ്പോൾ ആ ഡയറക്റ്റീവ്സ് നമ്മൾ എന്താണ്, ടാസ്ക് വേർഡ്സ് എന്ന് പറയും. ആ ഡയറക്റ്റീവ്സ് അല്ലെങ്കിൽ ടാസ്ക് വേർഡ്സിനെ നമ്മൾ മനസ്സിലാക്കുക, അതുപോലെ കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യുക. എന്നിട്ട് എന്താണ്, അണ്ടർസ്റ്റാൻഡ് ദ എക്സാക്ട് ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ എന്താണ് എക്സാക്റ്റ് ആയിട്ട് കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻ ആവശ്യപ്പെടുന്നത്, ഡിമാൻഡ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ റീഡ് ആൻഡ് റീഡ് ദ ക്വസ്റ്റ്യൻ, അണ്ടർലൈൻ ദ കീവേഡ്സ്, അതുപോലെ തന്നെ സർക്കിൾ ദ ഡയറക്റ്റീവ്സ്, ടാസ്ക് വേർഡ്സ്. ഓക്കെ, ദെൻ അണ്ടർസ്റ്റാൻഡ് ദ ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ. എന്താണ് ഈ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നതെന്ന് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് മാത്രമേ നമ്മൾ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് പോകാവൂ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങുക. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാക്റ്റ് ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുശേഷം തിങ്ക് ഓഫ് എ ഫ്യൂ സെക്കൻഡ്സ് അബൌട്ട് ദ പോയിന്റ്സ്, ഫാക്ട്സ്, കോഡ്സ്, ഡെഫിനിഷൻസ് എക്സെട്ര വിച്ച് യു ഇൻറ്റൻഡ് ടു ഇൻക്ലൂഡ് ഇൻ യുവർ ആൻസർ. നമ്മൾ എന്തൊക്കെ സംഗതികളാണ് നമ്മുടെ ആൻസറിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ആലോചിക്കുന്നത്, അതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് സമയം എന്ത് ചെയ്യുക, നമ്മൾ ആലോചിക്കുക. 1-2 മിനിറ്റ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കുക. ഓക്കെ, ദെൻ സ്പേസ്, നമുക്ക് റഫ് വർക്ക് ചെയ്യാനുള്ള സ്പേസിൽ നമുക്ക് അതൊക്കെ എന്ത് ചെയ്യുക, പോയിന്റ് മാർക്ക് ചെയ്ത് വയ്ക്കുക, നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ദെൻ യു ഹാവ് ടു സ്ട്രക്ചർ യുവർ ആൻസർ. നമ്മൾ അതിനൊന്ന് സ്ട്രക്ചർ ചെയ്യുക. നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റ്സും ഫാക്ട്സും ഡെഫിനിഷൻസും എല്ലാം കൂടെ കയറ്റിയിട്ട് നമ്മൾ അതിനൊന്ന് സ്ട്രക്ചർ ചെയ്യുക. അതായത് ഓർഗനൈസ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക.
മെൻ്റൽ സ്ട്രക്ചർ മീൻസ് മെൻ്റൽ സ്ട്രക്ചർ, നമ്മുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ടാക്കി വെക്കുക. ഓക്കെ, ബ്രെയിൻ സ്റ്റോം നടത്തണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സാം എഴുതി തുടങ്ങുന്നതിനും ആൻസർ എഴുതി തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഇനി ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഓക്കെ, എന്തൊക്കെയാണ്? ദർ ആർ 4 pillars ഓഫ് ആൻസർ റൈറ്റിംഗ്. എന്തൊക്കെയാണ്? ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട്, ഹൂ, വൈ ആൻഡ് ടോൺ. These pillars should be kept in mind while answering the question. Okay, what, who, why and the tone. Okay, എന്താണ് വാട്ട് എന്ന് പറഞ്ഞാൽ? യു ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് എ ക്വസ്റ്റ്യൻ വാട്ട് ഐ ആം റൈറ്റിംഗ്. ഞാൻ എന്താണ് എഴുതുന്നത് എന്നുള്ള വസ്തുത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. എപ്പോഴും നമ്മൾ പരീക്ഷ എഴുതുമ്പോൾ, നമ്മുടെ ആൻസർ എഴുതുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ആൻഡ് ആൽസോ ബി കണക്റ്റഡ് വിത്ത് ഓൾ പാരഗ്രാഫ്സ്. നമ്മുടെ പാരഗ്രാഫ് എല്ലാം എന്താണ്, കണക്റ്റഡ് ആയിരിക്കണം. അതാണ് നേരത്തെ പറഞ്ഞില്ലേ, മൂവി നമ്മൾ പറഞ്ഞതുപോലെ സീൻ ബൈ സീനായിട്ട് നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം പാരഗ്രാഫുകളെല്ലാം. ഓരോ പോയിന്റ് ഓരോ പാരഗ്രാഫിൽ നമുക്ക് ഉൾപ്പെടുത്താം. ഓക്കെ, ആൻഡ് ആൽസോ ഈച്ച് പാരഗ്രാഫ് ഷുഡ് ബി കണക്റ്റഡ് ടു ദ ടൈറ്റിൽ. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ടൈറ്റിലും നമ്മൾ എഴുതുന്ന സംഭവമായിട്ട് എന്താണ് ബന്ധം വേണം. അല്ലാതെ കൊടുക്കുന്ന ടൈറ്റിലൊന്നും എഴുതുന്ന വേറൊന്നും ആവരുത്. അതുപോലെ തന്നെ സബ് ഹെഡിങ്സ് ആർ മോർ ഇമ്പോർട്ടൻറ്റ്. ഹെഡിങ് കൊടുക്കുന്നു, സബ് ഹെഡിങ് കൊടുക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു സംഭവം വാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എഴുതുന്നത് എന്നുള്ള സംഭവം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ദെൻ ഹൂ, ദ ക്വസ്റ്റ്യൻ ഈസ് ഹൂ ഈസ് ദ എക്സാമിനർ. നമ്മുടെ മനസ്സിൽ വേണ്ട ഒരു കാര്യമാണ് എന്താണ്, ഹൂ ഈസ് ദ എക്സാമിനർ. ദ ആൻസർ ഈസ് ദ എക്സാമിനർ ഈസ് ആൻ ഇൻഡിവിജ്വൽ ഹു ഹാസ് റിലീജിയൻ, റീജിയൻ, ഐഡിയോളജി എക്സെട്ര. അപ്പം നമ്മളെപ്പോലെ തന്നെ ഒരു ഇൻഡിവിജ്വലാണ്. അദ്ദേഹത്തിന് ഐഡിയോളജി ഉണ്ട്, റീജിയൻ ഉണ്ട്, റിലീജിയൻ ഉണ്ട്, എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ്, മനുഷ്യനാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകരുത്. അപ്പോൾ ആ മൂന്നാമത്തെ സംഭവം നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്താണ്? വൈ. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ ആൻസർ എഴുതുന്നത്? ദ ആൻസർ ഈസ് ഒൺലി ഫോർ ഗെറ്റിംഗ് മാർക്സ്. നമ്മുടെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ, നമുക്ക് മാർക്ക് ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ നമ്മുടെ ഐഡിയോളജി അവിടെ എക്സ്പ്രസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ വേറെ ഒരു താല്പര്യമല്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്ന സമയത്ത് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് മാർക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അഭിപ്രായം അവിടെ എഴുതലല്ല നമ്മുടെ ജോലി. നമ്മൾ എന്തായിരിക്കണം, എക്സാമിനർ എന്താണോ എക്സാമിനറുടെ അഭിപ്രായമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആൻസർ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, സോ വി ഹാവ്, അതായത് ലോജിക്കൽ ആൻസർ ആയിരിക്കണം. വി ഷുഡ് ആൾസോ ബി ന്യൂട്രൽ, ഇമ്പാർഷ്യൽ ആയിരിക്കണം, ന്യൂട്രൽ ആയിരിക്കണം. ഡു അവോയ്ഡ് എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്സ്. എക്സ്ട്രീം ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിലേക്കൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, പോകാതെ നമ്മളൊരു ന്യൂട്രൽ ആയിട്ടുള്ള സംഭവം, അങ്ങനെയും ഇങ്ങനെ എന്താണ് മെറിറ്റ്സും ഡിമെറിറ്റ്സും നമുക്ക് എഴുതാം. മനസ്സിലാവും? അതുപോലെ തന്നെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ലോജിക്കൽ ആയിരിക്കണം. നേരെ മറിച്ച് എക്സ്ട്രീം ആയിട്ടുള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്, പോകരുത്. അപ്പോൾ ഇമ്പാർഷ്യാലിറ്റി, ന്യൂട്രാലിറ്റി എന്നൊക്കെ പറയുന്ന ഒരു സിവിൽ സർവന്റിനെ സംബന്ധിച്ച് ആവശ്യം വേണ്ട ഘടകങ്ങളാണ് ഇമ്പാർഷ്യാലിറ്റിയും ന്യൂട്രാലിറ്റിയും എന്ന് പറയുന്നത്. ഇപ്പോൾ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിമർശിക്കുന്ന ഒരാളാകരുത്. നമുക്ക് പുറത്ത് പല അഭിപ്രായം ഉണ്ടായിരിക്കും. വിമർശിക്കുന്ന ആളാകുകയും ചെയ്യരുത്. എന്നാൽ ഗവൺമെന്റ് പറയുന്ന എന്തും തെറ്റായിട്ടുള്ള കാര്യമാണെങ്കിലും അതാണ് ശരിയെന്ന് നമ്മൾ പറയാനും പാടില്ല. അത് ശരിയാണ്, പക്ഷേ ഇതും ഇങ്ങനെയുള്ള ദോഷവും ഉണ്ട്. എന്നിട്ട് അതിനെ ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇമ്പാർഷ്യാലിറ്റി, ന്യൂട്രാലിറ്റി ആണ് നമുക്ക് ക്വസ്റ്റ്യൻ എഴുതുമ്പോഴും നമുക്ക് കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്കിലല്ലേ നമ്മളൊരു സിവിൽ സർവന്റ്, നമ്മൾ ഈ KS കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആരാണ്? നിങ്ങൾ ഒരു ഭരണതലത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് പോകുന്ന പോളിസി മേക്കിങ്ങിലൊക്കെ ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു തരത്തിലുള്ള ഈ പറഞ്ഞതുപോലുള്ള ഒരു ഇൻഫ്ലുവൻസും ഉണ്ടാകാൻ പാടില്ല. നമുക്കുണ്ടാവേണ്ട എന്താണ്? നമുക്ക് ന്യൂട്രൽ ആയിരിക്കണം, നമുക്ക് ഇമ്പാർഷ്യാലിറ്റി ഉണ്ടായിരിക്കണം. അപ്പോൾ അത് നമ്മുടെ ആൻസറിലും എന്ത് ചെയ്യണം, പ്രതിഫലിക്കണം. അത് തന്നെയാണ് അടുത്ത 4ാമത്തെ സംഭവം എന്ന് പറയുന്നത്. എന്താണ്? ടോൺ എന്നാണ് പറഞ്ഞത് അല്ലേ? ടോൺ. അപ്പൊ ടോൺ എന്ന് പറയുന്നത് എന്താണ്? ദ എക്സാമിനർ ക്യാൻ ഫീൽ എന്താണ്, നമ്മുടെ മൂഡ് എന്താണെന്ന്, അല്ലെ? അവർ മൂഡ് ക്യാൻ ബി റിവീൽഡ് ത്രൂ അവർ ആൻസർ, വെദർ ഇറ്റ് ഈസ് ഓപ്റ്റിമിസ്റ്റിക്, പെസിമിസ്റ്റിക്, എന്തൂസിയാസ്റ്റിക്, സീരിയസ്നെസ് ഓർ സീരിയസ് ടൂൺ ഓർ സോംബർ. നമ്മുടെ ഒരു ഓപ്റ്റിമിസ്റ്റിക് ആണോ പെസിമിസ്റ്റിക് ആണോ എന്നുള്ളത് നമ്മുടെ ആൻസർ വായിക്കുമ്പോൾ അറിയാൻ പറ്റും. എന്തൂസിയാസ്റ്റിക് ആണോ, അതുപോലെ തന്നെ സീരിയസ് ആണോ, സോംബർ ആണോ എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. അവർ ആൻസർ വിൽ അറൗസ് ദീസ്
മൂഡ് ദീസ് ടോൺ. അപ്പോൾ ആൻസർ വായിക്കുമ്പോൾ തന്നെ എക്സാമിനറിന് അറിയാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ ഈ 4 കാര്യങ്ങൾ നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കുക. അപ്പോൾ എക്സാമിനർ നമ്മൾ എന്തിനു വേണ്ടിയാണ് എഴുതുന്നത്, അതുപോലെ എന്താണ് നമ്മൾ എഴുതുന്നത്, അതുപോലെ എക്സാമിനർ എന്ന് പറയുന്നത് ആരാണ്, മോസ്റ്റ് പ്രോബബ്ലി നമ്മളെക്കാൾ ഏജുള്ള ആളായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആൻസറും എഴുതേണ്ടത്. അതുപോലെ തന്നെ ടോണും നമുക്ക് എപ്പോഴും എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള, സീരിയസ് ആയിട്ടുള്ള, അതുപോലെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആൻസർ ആയിരിക്കണം. എപ്പോഴും നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള, പോസിറ്റീവ്. കൂടുതലും UPSC ഒക്കെ ചോദിക്കുക കൂടുതലും എന്താ പോസിറ്റീവായിട്ടുള്ള ആൻസർ ആയിരിക്കും ചോദിക്കുക. നെഗറ്റീവിനേക്കാൾ ഉപരിയായിട്ട് പോസിറ്റീവായിട്ടുള്ള അപ്രോച്ച് ആയിരിക്കണം നമുക്ക് വേണ്ടത്. എന്നാൽ നെഗറ്റീവ് എഴുതാം, പക്ഷേ കൺക്ലൂഷൻ എന്തായിരിക്കണം, പോസിറ്റീവായിട്ടുള്ള ഒരു കൺക്ലൂഷൻ. ആ ക്വസ്റ്റ്യന് മോസ്റ്റ് പ്രോബബ്ലി ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് പോസിറ്റീവായിട്ടുള്ള കൺക്ലൂഷൻ ആയിരിക്കും ഡിമാൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സാം എഴുതുന്ന സമയത്തിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട സംഭവങ്ങളാണ്. ഓക്കെ, അതുപോലെ നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് പ്രധാനപ്പെട്ട പോയിന്റ്സിനെ നമ്മൾ അണ്ടർലൈൻ ചെയ്യുക. Strike down main points. It will help the examiner to identify easily main points. It will help you to avail more marks. More and more convenient you give to the examiner will give you reward. More and more reward. More and more burden you put on the examiner will give you punishment. അപ്പോൾ നമ്മൾ എക്സാമിനറുടെ ജോലി ബേർഡൻ കുറയ്ക്കുക, മാക്സിമം അദ്ദേഹത്തിന് എളുപ്പം ഉണ്ടാക്കി കൊടുക്കുക. മറ്റുള്ളവരെക്കാളും ഏറ്റവും നന്നായിട്ട് നമ്മുടെ പേപ്പർ നോക്കാൻ പറ്റുകയാണെങ്കിൽ, അവരുടെ ജോലി ഇത്രയും ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് നല്ലൊരു പേപ്പർ പെട്ടെന്ന് അവർക്ക് പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ സാധിക്കുകയാണെങ്കിൽ നമുക്കത് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു വഴിയായിരിക്കും. അപ്പം സ്ട്രൈക്ക് ഡൗൺ മെയിൻ പോയിന്റ്സ്. എല്ലാത്തിൻ്റെ അണ്ടർലൈൻ ചെയ്ത് വെക്കരുത്, പകരം എന്താണ് മെയിൻ പോയിന്റ്സിനെയൊക്കെ അണ്ടർലൈൻ ചെയ്ത് വയ്ക്കും. അണ്ടർലൈൻ ചെയ്യാൻ റെഡൊന്നും യൂസ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, പ്രധാനപ്പെട്ട പോയിന്റ്സ് എക്സാമിനറെ മാക്സിമം ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ യൂസ് സിമ്പിൾ വേഴ്സ് ബട്ട് പവർഫുൾ. സിമ്പിൾ വേഴ്സ് ആയിരിക്കണം, എന്നാൽ നല്ല പവർഫുൾ എന്ന് പറയുമ്പോൾ ഡോണ്ട് യൂസ് ജാർഗൺസ് ഒന്നും യൂസ് ചെയ്യരുത്. സിമ്പിൾ വേഴ്സ് ആയിരിക്കണം ചെയ്യേണ്ടത്. അപ്പോൾ സിമ്പിൾ വേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ, അതുപോലെ തന്നെ യു ക്യാൻ ഇന്നോവേറ്റ് യുവർ ആൻസർ യൂസിങ് ഡയഗ്രാംസ്, ടേബിൾസ്, ഫ്ലോ ചാർട്ട്സ്, അതുപോലെ തന്നെ മാപ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ആൻസറിനെ ഇന്നോവേറ്റ് ചെയ്യാൻ പറ്റും, വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും, വാല്യൂ അഡീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ എഴുതുന്നതിന് പകരം നിങ്ങൾ എല്ലാം ഡയഗ്രാം വരച്ച് വയ്ക്കരുത്. പകരം ഡയഗ്രാം എന്ന് പറയുന്നത് വാല്യൂ അഡീഷനാണ്. നിങ്ങൾ ആൻസർ എഴുതുക, എന്നിട്ട് വാല്യൂ അഡീഷൻ നിങ്ങളുടെ ടൈമും കൂടെ നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, ഇത് ചെയ്യുക. അപ്പോൾ ടേബിൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആവശ്യമുള്ള ടേബിൾ ആയിരിക്കണം കൊടുക്കാൻ. വെറുതെ ഡോണ്ട് ഡ്രോ ടേബിൾസ് ഓർ ഡയഗ്രാംസ് ഫോർ ദ സേക്ക് ഓഫ് ഡയഗ്രാംസ്. പക്ഷെ അതിന് ആപ്റ്റ് ആയിട്ടുള്ള സംഭവം മാത്രമേ എന്ത് ചെയ്യാവൂ, വരയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ അതിൽ ലേബലിംഗ് ഓഫ് ഡയഗ്രാംസ്, ഫ്ലോ ചാർട്ട്സ് എക്സെട്ര ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഹെഡിങ്ങും ലേബലിംഗും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വേണം. വെറുതെ നമ്മൾ ആൻസർ എഴുതിയിട്ടൊരു ഡയഗ്രാം വരച്ച് വയ്ക്കുന്നത്, അതിൻ്റെ മുകളിൽ ഹെഡിങ്ങും എന്ത് ചെയ്യുക, ലേബലിംഗ് വളരെ അത്യാവശ്യമാണ് ഡയഗ്രാം ഒക്കെ വരയ്ക്കുന്ന സമയത്ത്. അപ്പോൾ അതും എന്ത് ചെയ്യുക, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് കൺക്ലൂഷൻ പറഞ്ഞല്ലോ. കൺക്ലൂഷൻ അതൊരു നമ്മുടെ ലോജിക്കൽ കൺക്ലൂഷൻ ആയിരിക്കണം. അത് ഒരു കൺക്ലൂഷൻ മസ്റ്റ് ബി ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള കൺക്ലൂഷൻ ആയിരിക്കണം. അപ്പം അതിൽ കൺക്ലൂഷൻ നമുക്ക് അവിടെ കൺക്ലൂഷന് പകരമായിട്ട് വേ ഫോർവേഡ് എന്നോ ലുക്ക് ഫോർവേഡ് എന്നോ നീഡ് ഓഫ് ദ അവർ എന്നോ ഒക്കെ നമുക്ക് അതിന് ഹെഡിങ് കൊടുക്കാൻ പറ്റും. അതുപോലെ മെയിൻ ബോഡി എഴുതുന്ന സമയത്ത് നമ്മുടെ ഒരു കൺക്ലൂഷന് മുന്നേ ആയിട്ട് നമ്മൾ മെയിൻ ബോഡി എഴുതുന്ന സമയത്ത് മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ച് ആയിരിക്കണം. അപ്രോച്ച് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. നമ്മൾ ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ, കറണ്ട് ഇവൻസുമായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, ലിങ്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. ഒരു വൃത്തം വരച്ചിട്ട് അതിനുള്ളിൽ കിടന്ന് കളിക്കരുത്. നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്ന കാര്യം നമുക്ക് ജോഗ്രഫിയിലോ പോളിറ്റിയിലോ ഒക്കെ എക്കണോമിക്സിലോ ഒക്കെ നമുക്ക് ലിങ്ക് ചെയ്യാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ച് വേണം എടുക്കാൻ. അതുപോലെ തന്നെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്ത് ചെയ്യുക, പല ആംഗിളിൽ നമുക്ക് ആൻസർ കിട്ടുന്നില്ല, പല ആംഗിളിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, എക്സ്പ്ലെയിൻ ദ മെഷേഴ്സ് ടേക്കൺ ടു എൻഹാൻസ് ദ എഫിഷ്യൻസി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ മെഷേഴ്സ് നമുക്ക് അവിടെ പല ഡയമെൻഷനിൽ നമുക്ക് ചിന്തിക്കാം. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ്, അതുപോലെ തന്നെ എക്കണോമിക് മെഷേഴ്സ്, പൊളിറ്റിക്കൽ മെഷേഴ്സ്. അപ്പോൾ ഇത്രയും ഡയമെൻഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും. ഹിസ്റ്റോറിക്കൽ മെഷേഴ്സ്.
അപ്പോൾ explain the measures taken to enhance the integrity of administration in India എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ പല ഡയമെൻഷനിൽ നമുക്ക് അതിനെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നേരെ മറിച്ച് the constitutional measures, what are the constitutional measures, അല്ലെങ്കിൽ explain the constitutional measures taken to enhance the integrity of administration in India എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷേഴ്സ് മാത്രമേ നമുക്ക് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ, അതിനുള്ള സമയം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജനറലായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ മൾട്ടി ഡയമെൻഷണൽ വ്യൂവിൽ പൊളിറ്റിക്കൽ ഡയമെൻഷൻ, ഹിസ്റ്റോറിക്കൽ എടുക്കാം, പൊളിറ്റിക്കൽ എടുക്കാം, അതുപോലെ തന്നെ എക്കണോമിക് ഡയമെൻഷൻ എടുക്കാം, അതുപോലെ ലീഗൽ എടുക്കാം, മനസ്സിലാവുന്നു, എക്കോളജിക്കൽ എടുക്കാം, നാഷണൽ, ഇന്റർനാഷണൽ, ഇങ്ങനെ പലതരത്തിലുള്ള ആംഗിളിൽ നമുക്ക് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റും. ചെറിയ ചെറിയ സബ് ഹെഡിങ് കൊടുത്തിട്ട് നമുക്ക് ഓരോന്നും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലായിരിക്കണം നമ്മളൊരു ആൻസർ എഴുതേണ്ടത്. അപ്പോൾ ആൻസർ എഴുതുന്നതൊക്കെ സംബന്ധിച്ച് നമ്മൾ ഓരോ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഓരോ സബ്ജക്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ അത് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്തരത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ കൺക്ലൂഷൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ലോജിക്കലായിരിക്കണം. അവസാനത്തെ ഒരു അവസരമാണ് നമുക്ക് കിട്ടുന്നത് എക്സാമിനറെ ഇംപ്രസ് ചെയ്യിക്കാനുള്ള അവസാനത്തെ അവസരമാണ്. അതിൻ്റെ ഒരു സമ്മപ്പായിരിക്കണം കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അത് 10% മുതൽ 15% വരെ വേർഡ് ലിമിറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺക്ലൂഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ലോജിക്കൽ കൺക്ലൂഷൻ ആയിരിക്കണം, ഒരു പോസിറ്റീവ് കൺക്ലൂഷൻ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. ഓക്കെ, അത്തരത്തിലായിരിക്കണം നമ്മളിത് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആൻസറിനെ എങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കണ്ടന്റ് മാത്രം പോലെ പ്രസന്റേഷൻ സ്കില്ലൂടെ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും? പ്രാക്ടീസ്. ദർ ഈസ് നോ അതർ ഷോർട്ട് കട്ട്. പ്രാക്ടീസിലൂടെ മാത്രമേ, എല്ലാ ദിവസവും ഡെയിലി ബേസിസ് യു ഷുഡ് റൈറ്റ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാം. അതൊരു അറ്റ്ലീസ്റ്റ് ഒരു ഫുൾ ടെസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, എഴുതുക. ഒരു ഫുൾ ടെസ്റ്റ് 2 മണിക്കൂറിന് ടൈം ലിമിറ്റ് വെച്ചിട്ട് സീരിയസ് ആയിട്ട് നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുന്ന അതേ രീതിയിൽ തന്നെ ഒരു ഫുൾ ടെസ്റ്റ് നമ്മൾ എഴുതുക. 2 മണിക്കൂറുള്ള ഒരു ഫുൾ ടെസ്റ്റ് നമ്മൾ എഴുതുക. കൂടാതെ തന്നെ ഓരോ പേപ്പറിൻ്റെയും 10 മാർക്കിൻ്റെ ഓരോ 3 ക്വസ്റ്റ്യൻ, അറ്റ്ലീസ്റ്റ് 3 ക്വസ്റ്റ്യൻസ് എങ്കിലും ഒരു ദിവസം എഴുതി ശീലിക്കുക. ഓക്കെ, റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, എന്നിട്ട് സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുക. നമ്മുടെ ആൻസർ നമ്മൾ തന്നെ എന്ത് ചെയ്യുക, സെൽഫ് ഇവാലുവേറ്റ് ചെയ്യണം. ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡെവലപ്പ് യുവർ മോഡൽ ആൻസർ. നമ്മുടെ ഒരു മോഡൽ ആൻസർ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഓരോന്നിനും ഓരോരോ മോഡൽ ആൻസർ നമ്മൾ എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് അതിലുള്ള കീ പോയിന്റ്സുകൾ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, കാണാതെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം അങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ, അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഒരു ബേസ് മെറ്റീരിയലായിട്ട് എടുത്തിട്ട് അതിനെ വാല്യൂ അഡീഷൻ ചെയ്യുക. കുറേ ഇങ്ങനെ പറയുന്ന ഒരുപാട് മെറ്റീരിയൽ വായിക്കാതെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഇങ്ങനെ റിവൈസ് ചെയ്ത് വായിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ അവസാനം എന്താ പറയുക, ധാരാളം മെറ്റീരിയൽ റാൻഡമായിട്ട് ഇങ്ങനെ വായിച്ചു പോയാൽ നമുക്കത് മെമ്മറൈസ് ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മളത് ലിങ്ക് ചെയ്ത് പഠിക്കും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഓരോ സംഭവങ്ങൾ നമ്മൾ എക്സാമിന് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് രജിസ്റ്റർ ചെയ്ത് വച്ചിരിക്കുന്ന സാധനമാണെങ്കിൽ നമുക്കത് റിക്കളക്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് റിക്കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർഡറിൽ തന്നെ നമ്മുടെ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കി നമ്മൾ കിട്ടുന്നതെല്ലാം ആ ഒരു ഓർഡറിൽ വെച്ച്, അതേ ഓർഡറിൽ വെച്ച് തന്നെ നമ്മൾ പഠിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് മിക്സ് ചെയ്യരുത്. കഴിയുന്നതും ഇതെല്ലാം നമ്മളൊരു റാങ്ക് ഫയൽ വായിക്കുന്ന അതേ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ വയ്ക്കുക. കാരണം നമ്മുടെ മൈൻഡിൽ നമ്മൾ നമുക്കറിയാമല്ലോ, നമ്മൾ എക്സാം ഹാളിൽ ഇരുന്ന് പരീക്ഷ എഴുതുന്ന സമയത്ത് നമ്മളൊരു പുസ്തകം വായിച്ചിട്ടാണ് പോകുന്നത്, നമ്മുടെ നോട്ട് വായിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ എക്സാം ഹാളിൽ നമ്മളൊരു ആൻസർ എഴുതാൻ പോകുമ്പോഴത്തേക്ക് എഴുതി തുടങ്ങുന്ന സമയത്ത് ആ ഒരു പേജിലെ ഓരോ പാരഗ്രാഫ് വരെ, ആ ഒരു പേജ് വരെ ഇങ്ങനെ മറിഞ്ഞ് താളുകൾ തന്നെ ഇങ്ങനെ മറിഞ്ഞ് പോകും നമ്മുടെ മൈൻഡിൽ, സബ് കോൺഷ്യസ് മൈൻഡിൽ. അപ്പം അതേ രീതിയിൽ നമ്മളൊരു ഓർഡർ ആക്കി സിസ്റ്റമാറ്റിക് ആക്കി നമ്മൾ വെച്ച് അതേ രീതിയിൽ മറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിലും അതേ രീതിയിൽ ലിങ്ക് ചെയ്ത് ഇരിക്കും, നമുക്ക് പെട്ടെന്ന് റീകളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നല്ല രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. എല്ലാ ദിവസവും റൈറ്റിംഗ് പ്രാക്ടീസ് മസ്റ്റാണ്. നിങ്ങൾ മെയിൻ പോയിന്റ്സ് നമ്മൾ ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് എന്തായാലും ഇത് ഗുണം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. ഈ വരുന്ന എക്സാമിൽ നല്ല മാർക്ക് വാങ്ങി നല്ല റാങ്ക് നേടാൻ വേണ്ടി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സിവിൽ സർവീസിലെത്തി നല്ല ഒരു പൊസിഷനിലൊക്കെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.